നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കെ രാജനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന അമ്മ. വയനാട്ടിൽ നിന്നും ലോകം മുഴുവൻ കണ്ട കാരുണ്യത്തിൻ്റെ ഒരു ചിത്രം. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മാതൃകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ച വയനാട് ടൗൺഷിപ്പ്. പെരുമഴയത്തും മലവെള്ളപ്പാച്ചിലും ഒരു നാടാകെ ഒലിച്ചുപോയതിനു മുന്നിൽ കേരളം ഒന്നാകെ പകച്ചു നിൽക്കുകയുണ്ടായി. ഇനി എന്ത് എന്ന ചോദ്യം അങ്ങോളം ഇങ്ങോളം ഉയർന്നു. മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഇന്നിതാ ഒരു നാടിനെ തന്നെ തിരികെ നൽകിയിരിക്കുകയാണ് ഇടതു സർക്കാർ. വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന വേളയിൽ സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ കണ്ട ഒരു ചിത്രമുണ്ട്. മന്ത്രി കെ രാജനെ ചേർത്ത് പിടിച്ചു കരയുന്ന 10 വയസ്സുകാരിയായ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ചിത്രം. നൊന്തുപെറ്റ മകളെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടപ്പാടവും കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി എല്ലാം നഷ്ടമായ ഒരമ്മ. അവർ മന്ത്രി കെ രാജനെ കെട്ടിപ്പിടിച്ച് നിർത്താതെ നിലവിളിച്ചപ്പോൾ മന്ത്രിയുടെ കണ്ണും നിറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ് അവർക്കൊപ്പം ഉണർന്നിരുന്ന സർക്കാർ ആ വാക്ക് നിറവേറ്റിയ ഈ ദിവസം അവരോടൊപ്പം കണ്ണു നിറഞ്ഞത് നിരവധി ആളുകൾക്കായിരുന്നു. കല്ലുടുക മാത്രമല്ല, കല്ലിന്മേൽ കല്ല് വെച്ച് അതിനുമേൽ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും ചേർത്ത് വെച്ചാണ് സർക്കാർ ഓരോ വീടുകളും നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ ആശയും അഭിലാഷവും വീണുപോകാതെ സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം കെട്ടിയുയർത്തിയപ്പോൾ ചൂരൽമലക്കാർക്കും മുണ്ടക്കൈക്കാർക്കും തിരികെ ലഭിച്ചത് അവരുടെ സ്വന്തം നാടിനെ തന്നെയാണ്. ഒരൊറ്റ രാത്രിയിൽ ജീവിതം മുഴുവൻ ഒലിച്ച് തലകീഴായി മറിക്കപ്പെട്ടവരായിരുന്നു ഈ നാട്ടുകാർ. ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടമായവരായിരുന്നു അവർ. ഇനി എന്ത് എന്നും എങ്ങനെയെന്നും ആശങ്കപ്പെട്ടിരിക്കുന്നവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ ദിവസം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ല, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. നയാ പൈസ കേന്ദ്രം കൊടുക്കാതെ കേരളത്തെ അവഗണിച്ചപ്പോഴും അതെല്ലാം മറികടന്ന് ഇടതു സർക്കാർ പടുത്തുയർത്തിയത് കേവലം 4 ചുവരുകളായിരുന്നില്ല. ജീവിതമേ അവസാനിച്ചു എന്ന് കരുതിയവർക്കുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള സ്വപ്നങ്ങൾ കൂടിയായിരുന്നു അത്. വാഗ്ദാനങ്ങളോ പൊള്ളയായ വാക്കുകളോ ഒന്നുമല്ല, പകരമുള്ളത് ഒരൊറ്റ ഉറപ്പാണ്. ഏത് പ്രതിസന്ധിയിലും ഇടത് സർക്കാർ ചേർത്ത് പിടിക്കുമെന്ന ഒരു ഉറപ്പ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.